എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട്, അതായത് 5 മണി വരെയുണ്ട്, അപ്പോൾ 5 മണിക്കുള്ളിലായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അപേക്ഷ നാളെ വൈകുന്നേരം 5 മണിക്കകം നൽകി അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വെച്ച, അതായത് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. സാധാരണഗതിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും അതിനുശേഷം പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ ഓപ്ഷൻ വെച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ നടത്തുകയുമാണ് ചെയ്യുക, അതായത് സ്പോട്ട് അഡ്മിഷൻ നടത്തുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂൾ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ സ്കൂളിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ആകെ ഒരു ജില്ലയിൽ, അതായത് സാധാരണ ഹയർ സെക്കൻഡറി അപേക്ഷിച്ച് കുറച്ച് സ്കൂളുകളായിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് സീറ്റ്, അതായത് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ കോഡ്, അതായത് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കോഡ് നൽകിയത് കാണാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് സ്കൂൾ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ജില്ലയിലെ സ്കൂൾ ഏതാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജില്ലയിലെ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ, അതായത് നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി ഉള്ളതാണെങ്കിൽ അത് ബയോളജി സയൻസ് ആണ്. ആ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് അഡീഷണൽ മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ശേഷം എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബയോളജി ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡീഷണൽ മാത്സ് കൂടി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സമർപ്പിക്കാം എന്ന് സംബന്ധിച്ചുള്ള ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന വഴി ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. വേക്കൻസി ലിസ്റ്റ് എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള ആ ഒരു വേക്കൻസികൾ ഏതൊക്കെ സ്കൂളുകളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ചില സ്കൂളിൽ 0 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും വേക്കൻസി. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ 0 വേക്കൻസി ഉള്ള ആ ഒരു സ്കൂൾ മാത്രം വെക്കാതെ വേക്കൻസി ഉള്ള സ്കൂളുകൾ കൂടി ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വേക്കൻസി അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു വേക്കൻസി പ്രകാരമായിരിക്കും ഈ ഒരു, അതായത് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററിയും ഫസ്റ്റ് സപ്ലിമെൻ്ററിയും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ഒരു അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററിയിലും പരിഗണിക്കുള്ളൂ. ആ ഒരു സമയത്ത് പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.